6 വർഷത്തിന് ശേഷമാണ് ഈഡൻ ഗാർഡൻസിലൊരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈഡനിൽ ഇപ്പോൾ ഹാരിസ് പറഞ്ഞതുപോലെ ഈഡനിൽ ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു, അതായത് ഒരു 4th ഡേ അല്ലെങ്കിൽ 5th ഡേ തൊട്ടിട്ട് സ്പിന്നിന് അനുകൂലിക്കുന്ന പിച്ചുകളാണ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് VVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ്, ചരിത്രമായ കൂട്ടുകെട്ട്. VVS ലക്ഷ്മൺ 281 എടുത്ത ആ ഒരു മത്സരം ഫോളോ ഓൺ ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് തിരിച്ചു വന്ന് അതിനുശേഷം ലാസ്റ്റ് ഹർഭജൻ സിംഗിന്റെ ബോളിംഗും കൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്ത് 2001 മൈറ്റി ഓസീസ്, സ്റ്റീവ് വേർഡ് ഓസീസിനെ തകർത്തത് ഇതേ ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ്. ഈഡൻ ഗാർഡൻസിലെ അതിന് മുമ്പത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബിഗ് പാർട്ണർഷിപ്പിന്റെ ഒരു ചരിത്രമുണ്ട്. അതായത് അന്ന് രാഹുൽ ദ്രാവിഡും VVS ലക്ഷ്മണും ചേർന്നിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പ്, അതിനു മുമ്പ് അതിനും ഈ 1978 ദുലീപ് വെങ്സാർക്കറും അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറും ചേർന്നിട്ടുള്ള ഒരു 344 ഒരു കൂട്ടുകെട്ട് ഇതേ ഈഡനിലാണ് പിറന്നത്. അതിനുശേഷം 2013 വെസ്റ്റ് ഇൻഡീസിനെതിരെ രവിചന്ദ്ര അശ്വിനും രോഹിത് ശർമ്മയും ചേർന്നിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഇതേപോലെ 280+ പാർട്ണർഷിപ്പ് ഇതേ ഈഡൻ ഗാർഡൻസിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈഡനിലെ ആദ്യത്തെ പിങ്ക് മത്സരം നടന്നതും അതെ ഈഡൻ ഗാർഡൻസ്. അപ്പോൾ അത്രയും ചരിത്രമുള്ളൊരു, അതായത് ഈഡൻ ഗാർഡൻസ് ഈ ക്രിക്കറ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിച്ചുകളിൽ ഒന്നാണ് ഈഡൻ ഗാർഡൻസ്. അപ്പോൾ ഈഡൻ ഗാർഡൻസിലെ ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമാണ്. പിന്നെ ഉള്ളത് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യയെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ചരിത്രം മുഴുവനും ഇന്ത്യക്ക് അനുകൂലമാണ്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ഈ വേൾഡ് ടെസ്റ്റ് സീരീസ് ഫൈനലിലടക്കം ഓസ്ട്രേലിയ ജയിക്കുമെന്നാണ് ഒരു 80% ആൾക്കാരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അന്ന് ടെമ്പ ബാവുമ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ സൗത്ത് ആഫ്രിക്ക ഒരു മികച്ച വിജയമാണ് കാഴ്ചവെച്ചത്. ഓസ്ട്രേലിയ ഹേസൽവുഡും കമ്മിൻസും എല്ലാ പേസ് ബോളിംഗ് ഒക്കെ അണിനിരന്ന ഓസ്ട്രേലിയയെ അവർ തകർത്തു, കിരീടം നേടി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പോരാട്ട വീര്യത്തെ നമ്മൾ എപ്പോഴും അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം മാത്രമല്ല ഏറ്റവും ടെമ്പ ബാവു എന്നുള്ള ക്യാപ്റ്റൻ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബോണസാണ്.